ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. മാഫിയ പാർട്ട് 9. മുറ്റത്ത് വിവിധ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ അലക്സിനെയും അനിതയെ നോക്കി. വിവിധ പ്രായങ്ങളിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും, നേഴ്സറി മുതൽ ഹൈസ്കൂൾ വരെ പഠിക്കുന്ന കുട്ടികൾ. അവർ ചിരിച്ചു കളിക്കുകയായിരുന്നെങ്കിലും മുഖത്തൊരു വിഷാദം അലക്സ് കണ്ടു. മേരി ഓഫ് നസറത്ത് ഓർഫണേജ്. അലക്സ് ആ സ്ഥാപനത്തിൻ്റെ പേര് വായിച്ചു. വെളുത്ത ലോഹ ധരിച്ച, തലമുടി പഞ്ഞി പോലെ നരച്ച ഒരു പുരോഹിതന് ഉത്സാഹത്തോടെ അവിടേക്ക് വന്ന് അലക്സിന്റെ കൈ പിടിച്ചു കുലുക്കി. ഗുഡ് ഈവനിങ് ഡോക്ടർ അലക്സാണ്ടർ. വെരി നൈസ് ടു മീറ്റ് യു. ഐ ആം ഫാദർ വില്യം. ഒറ്റപ്പനിക്കൽ, മലബാറുകാരനാ, കൂത്തുപറമ്പ്. അലക്സിന് ഫാദറിനെ ഇഷ്ടപ്പെട്ടു. ടോക്കറ്റീവാണ്. അനിത അലക്സിനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്കിപ്പോൾ അലക്സിന്റെ സഹായം വേണം. പ്രതിഫലം ഞാൻ തരുന്നതിനേക്കാൾ കൂടുതലായി സ്വർഗസ്ഥനായ പിതാവ് തരും. അദ്ദേഹം കൂടി നിന്ന കുട്ടികളോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ പുതിയ ഡോക്ടർ. അച്ഛൻ അവരെ ഡോക്ടറുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. കുട്ടികൾ തന്നെ ആദരവോടെ നോക്കുന്നത് അലക്സ് കണ്ടു. ഭംഗിയും വൃത്തിയുമുള്ള ഒരു ഡിസ്പെൻസറി. ഭിത്തിയിൽ കന്യകാമറിയയുടെയും അർദ്ധനാരീശ്വരൻ്റെയും മെക്കായുടെയും ചിത്രങ്ങൾ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു. അലക്സ് അത് നോക്കുന്നത് കണ്ട് അച്ഛൻ പുഞ്ചിരിച്ചു. എല്ലാ വിശ്വാസങ്ങളിലും ഉള്ളത് ഈശ്വരനാണ്. അനാഥനായ സഹോദരനെയോ ഉപേക്ഷിക്കപ്പെട്ട പൊന്നുമക്കളെയോ തിരിച്ചറിയാത്തവർക്ക് ഈശ്വരൻ ഏത് രൂപത്തിൽ വന്നാലും തിരിച്ചറിയാൻ പറ്റുമോ? ദൈവം കൊടുത്തതാ ജീവൻ. അതാണ് നമ്മൾ രക്ഷിക്കുന്നത്. അതിന് ജാതിയുമില്ല, മതവുമില്ല. ഫാദർ വില്യം അലക്സിന്റെ ചുമലിൽ പിടിച്ച് കസേരയിലിരുത്തി. അവിടെ നിന്ന് അലക്സും അനിതയും നേരെ ഐസ്ക്രീം പാർലറിലേക്കാണ് വന്നത്. അപ്പോൾ രാത്രിയായിരുന്നു. ഗ്രേസി സെല്ലുലർ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് അവരെ നോക്കി. സത്യമായും എൻ്റെ ഹൃദയം സന്തോഷത്താൽ തുളുമ്പിച്ചാടുകയാണ്. ഞാനിപ്പോൾ അംഗീകാരമുള്ളൊരു താങ്ക്സ്. അലക്സ് അനിതയുടെ കൈ പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വികാര വായ്പോടെ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. ഗ്രേസി മേശയുടെ മുന്നിലേക്ക് വന്നപ്പോൾ അലക്സിൻ്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടി. കോൺട്രാക്ടർ രവീന്ദ്രനെയും അവളെയും മുറിയിൽ വെച്ച് താൻ ഭീഷണിപ്പെടുത്തിയത് അലക്സ് ഓർത്തു. പക്ഷേ യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഗ്രേസി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് വേണ്ടത്? ഞങ്ങളുടെ സ്പെഷ്യൽ ഐസ്ക്രീം. അനിത മെനു കാർഡ് നോക്കി ഓർഡർ കൊടുത്തു. ഗ്രേസി ഒന്നുകൂടി കൊഴുത്ത് സുന്ദരിയായിരിക്കുന്ന അലക്സ് കണ്ടു. തിരിച്ചു പോകുന്നതിന് മുമ്പ് അവൾ അനിത കാണാതെ അലക്സിനെ ഒരു നോട്ടം നോക്കി. ഇവളെ പിടിച്ചാൽ റൂബിയും സംഘവും എന്ത് ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞേക്കുമെന്ന് അലക്സിന് തോന്നി. താൻ ആ വഴിക്ക് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അലക്സ് ഗ്രേസിയെ തന്നെ നോക്കുന്നത് അനിത കണ്ടു. അയാൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നവൾ കരുതി. പല സ്ത്രീകളിലും അയാൾക്ക് കണ്ണുണ്ട്. ശ്രദ്ധ തിരിക്കാനായി അവൾ ചോദിച്ചു, അലക്സ് എന്താ ആലോചിക്കുന്നത്? അലക്സ് മുഖം തിരിച്ചു. ഇവളൊക്കെ എൻ്റെ ഇരകളാ. റൂബിയെയും എൻ്റെ പപ്പയും കൊന്നതിന് പിന്നിൽ ഇവരൊക്കെയുണ്ട്. പപ്പയെ കൊന്നത് ആരാണെന്നും എനിക്കറിയാം. ആരാ? അനിതയുടെ ശബ്ദം വിറച്ചു. മാമച്ചൻ. അയാളുടെ വലം കൈയായ എസ്തപ്പൻ എന്നോടിത് പറഞ്ഞിട്ടുണ്ട്. അനിതയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. താനത് രഹസ്യമാക്കി വെച്ചെങ്കിലും അയാൾ അറിഞ്ഞു. അതുകൊണ്ടാണ് അയാൾ തന്നിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് അവൾക്ക് തോന്നി. മാമച്ചൻ എൻ്റെ പപ്പയെ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു കൊന്നു അവൻ. അയാൾ കള്ളം പറഞ്ഞതായിക്കൂടെ? മരിക്കാൻ പോകുന്നവൻ കള്ളം പറയില്ല. അനിതയാണെങ്കിൽ പറയുമോ? അലക്സിന്റെ നോട്ടത്തെ നേരിടാൻ അവൾക്ക് കഴിഞ്ഞില്ല. അലക്സിന് എന്നെ വെറുപ്പാ അല്ലേ? അപ്പോൾ അനിതയ്ക്ക് നേരത്തെ അറിയാമായിരുന്നോ? അന്നെടുത്ത ഫോട്ടോയിൽ അയാളില്ലേ, കോട്ട് ധരിച്ച മനുഷ്യൻ? അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അനിത വീട്ടിൽ ചെല്ലുമ്പോൾ എൽസമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. മോളെ, മാമച്ചനൊരു അപകടം പറ്റി. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എന്നാ പറ്റിയതാ മമ്മി? എനിക്കറിയില്ല എൻ്റെ മോളെ. ഹോട്ടലിൻ്റെ ബാത്റൂമിൽ വീണ് തലയിൽ ഇടിച്ചതാണെന്നാ പപ്പ ഫോൺ ചെയ്ത് പറഞ്ഞു. ഒരു കൈ ഒടിഞ്ഞു. അവർ ഹോസ്പിറ്റലിലെത്തി. സക്രിയയുടേതിൻ്റെ അടുത്ത മുറിയിലാണ് മാമച്ചനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ സണ്ണിയും ബാബു സാറും മിനിസ്റ്റർ ഐസക്കും ഉണ്ടായിരുന്നു. അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, സാരമില്ല മമ്മി, മൊസൈക്ക് തറയിലെ വീഴ്ച അല്പം കട്ടിയായിപ്പോയി. എന്നാലും ഇത് എന്നാ വീഴ്ചയാടാ? നിന്നെ വല്ലോരും എടുത്ത് എറിഞ്ഞോ? എൽസമ്മ ചോദിച്ചു. എന്നെ തല്ലിയാൽ ഞാൻ അവനെ വെറുതെ വിടുമോ മമ്മി? മാമച്ചൻ ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ തല വേദനിച്ചു. തലയിലെ മുറിവുകൾ തുണി കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു. ഒടിഞ്ഞ കൈ പ്ലാസ്റ്റർ ഇട്ട് കയ്യിൽ കെട്ടിയിരുന്നു. എൽസമ്മ അത് കാണാൻ കരുത്തില്ലാതെ കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ മുറിയിലേക്ക് ചെന്നു. നമുക്ക് കഷ്ടകാലമാ.
വല്ലപ്പോഴും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും പറഞ്ഞ അപ്പനും മക്കളും കേൾക്കൂ. അതിനു പകരമായി അമ്മയും മകളും പള്ളിയിലല്ലേ താമസം. സക്കറിയ ദേഷ്യപ്പെട്ടു. അതിന്റെ ഗുണമുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇടുത്തി വീണേനെ. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്യുന്നത്. മമ്മി ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടും അനിത അനങ്ങിയില്ല. പൊക്കോ എന്റെ മുന്നിന്ന്. സക്കറിയ ഒടിഞ്ഞ കൈ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് മറ്റേ കൈ കൊണ്ട് എൽസമ്മയെ അടിച്ചെങ്കിലും കൊണ്ടില്ല. മാമച്ചന്റെ മുറിയിൽ ബാബു സാറും ഐസക്കും തനിച്ചായി. സത്യം പറയടാ, എന്താ ഉണ്ടായേ? അലക്സ് ചോദിച്ചു. ആ ഹോട്ടലിൽ നീ വീണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. അലക്സ് എന്നെ തല്ലി. മാമച്ചൻ മുഖം കുനിച്ചു പറഞ്ഞു. കൈ ചവിട്ടി ഒടിച്ചു. നീ അവനെ കൊല്ലാൻ നടക്കുമല്ലായിരുന്നോ? ബാബു സാർ ചോദിച്ചു. കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇനി അവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന്. കേട്ടോ നീ? ബാബു സാർ ദേഷ്യപ്പെട്ടു. കയ്യൂക്ക് മാത്രം പോരാ, ബുദ്ധിയും വേണം. എന്നെ ഒരുത്തനും ബുദ്ധി പഠിപ്പിക്കണ്ട. മാമച്ചനറിയാമോ, നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ സഹോദരി അലക്സിന് ചോർത്തി കൊടുക്കുന്നുണ്ട്. ഐസക് പറഞ്ഞു. ഇന്ന് അയാൾക്ക് ഓർഫനേജിൽ ജോലിയും വാങ്ങിക്കൊടുത്തു. നീ ഇതുവരെ എന്തൊക്കെ ചെയ്തോ അതെല്ലാം പുല്ലുപോലെ അവൾ കാറ്റിൽ പറത്തി. ആര്? അനിതയോ? അതെ, ഗ്രേസിയുടെ പാർലറിൽ വന്ന് ഐസ്ക്രീം കഴിച്ചിട്ടാണ് അവർ പിരിഞ്ഞത്. നോക്കിക്കോ, റൂബിയോട് ചെയ്തത് അവൾ അനിതയിലൂടെ തിരിച്ചു പിടിക്കും. മാമച്ചൻ ദേഷ്യം കൊണ്ട് അലറി. വെളിയിലെ ഭിത്തിയിൽ ചാരി നിന്ന് എല്ലാം കേൾക്കുകയായിരുന്ന അനിത വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ചെന്നു. ഐസക്കും ബാബു സാറും അത് പ്രതീക്ഷിച്ചില്ല. മാമച്ചൻ നിയന്ത്രിക്കാനാവാത്ത കോപത്തോടെ ബെഡിൽ നിന്ന് ചാടി എണീറ്റ് അവളുടെ കഴുത്തിന് പിടിച്ചു. അനിത ആ കൈ തട്ടിക്കളഞ്ഞ് ആക്രോശിച്ചു. തുടരു തന്നെ, നിരപരാധികളുടെ ചോര പുരണ്ട കയ്യായത്. എടി, നീയാണോ അലക്സിന് ജോലി വാങ്ങിക്കൊടുത്തത്? അതെ, അവൾ സധൈര്യം പറഞ്ഞു. അത് അനാഥ കുട്ടികളെ രക്ഷിക്കാനാണ്, അല്ലാതെ ബോംബ് വെച്ച് കൊല്ലാനല്ല. ആ എക്സ്പ്ലോസീവ്സ് കൊണ്ടുവന്നത് നിങ്ങളല്ലേ? അനിത മൂവരെയും മാറി മാറി നോക്കി. ഐസക്കും ബാബു സാറും ഞെട്ടിപ്പോയി. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? ആരെ കൂട്ടക്കൊല ചെയ്യാനായിരുന്നു അത്? അനിതേ, എന്താ കുട്ടി ഈ പറയുന്നത്? എന്ത് എക്സ്പ്ലോസീവ്സ്? ഐസക് പരിഭ്രാന്തിയോടെ വാതുക്കലേക്ക് നോക്കി. ഈ സംസാരം ആരെങ്കിലും കേട്ട, പോലീസിലേക്കൊന്ന് ഫോൺ ചെയ്ത. ഐസക്കിന്റെ ഉള്ളു കിടുങ്ങിപ്പോയി. കുട്ടി പതുക്കെ, പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും, ഐസക് പറഞ്ഞു. ബാബു സാർ വേഗം വാതിലടച്ചു. എല്ലാവരും ഇത് കേൾക്കട്ടെ. രാജ്യദ്രോഹികളെ ജനങ്ങൾ അറിയട്ടെ. പാർലമെന്റ് സ്ഥാനാർത്ഥിയുടെ യോഗ്യത വോട്ടർമാരത് മനസ്സിലാക്കട്ടെ. എടി, മാമച്ചൻ ബെഡിനടിയിലേക്ക് വന്നു. കൈത്തോക്കെടുത്ത് അവളുടെ നേരെ ചൂണ്ടി. അലക്സിന് വേണ്ടി നിറച്ചു വെച്ചതാ ഇത്. അവനല്ല, നിനക്കാ ഇത് വിധിച്ചു വെച്ചിരിക്കുന്നത്. തൻ്റെ മുഖത്തിന് നേരെ ചൂണ്ടിയ റിവോൾവർ കണ്ടപ്പോൾ അനിത പകച്ചുപോയി. ഒരു നിമിഷത്തേക്ക് അവൾക്ക് ശ്വാസം കിട്ടിയില്ല. പെട്ടെന്നവൾ മനസാന്നിധ്യം വീണ്ടെടുത്തു. കൊല്ല്, ഷൂട്ട് മീ. ഇങ്ങനെ ഒരാളുടെ സഹോദരിയായിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ജോൺ അങ്കിളിനെ കൊന്നതുപോലെ പിന്നിൽ നിന്ന് കുത്താതെ ആണായിട്ട് നേരെ നിന്ന് വെടിവെച്ച് കൊല്ല്. മാമച്ചൻ ട്രിഗർ വലിക്കാൻ വിരൽ ചലിപ്പിച്ചതാണ്. അതിനു മുമ്പ് ബാബു സാർ ആ കയ്യിൽ പിടിച്ചു മാറ്റി. മാമച്ചന്റെ കയ്യിൽ നിന്ന് ബലമായി റിവോൾവർ വാങ്ങി. അനിത ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. മാമച്ചനൊന്നുമല്ല ജോണിനെ കൊന്നത്, ബാബു സാർ അനുനയത്തിൽ പറഞ്ഞു. 100 കള്ളം പറഞ്ഞാലും സത്യം നിങ്ങൾക്ക് മറയ്ക്കാൻ പറ്റില്ല. ഐ ഹാവ് എവിഡൻസ്. ഈ മനുഷ്യൻ ജോൺ അങ്കിളിനെ കുത്തുന്ന ഫോട്ടോ നെഗറ്റീവ് എൻ്റെ കയ്യിലുണ്ട്. അത് നശിപ്പിച്ച് കളയാനൊന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല. അവസാന വാക്ക് അനിത പറഞ്ഞത് മാമച്ചൻ്റെ മുഖത്ത് നോക്കിയാണ്. മാമച്ചൻ നടുങ്ങിപ്പോയി. താൻ അന്ന് ക്യാമറയിൽ നിന്ന് വലിച്ചെടുത്ത് കളഞ്ഞത് വേറെ ഫിലിമാണ്. അനിതേ, ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും. നമ്മളൊക്കെ മനുഷ്യരല്ലേ. മാമച്ചന് കാഞ്ചി വലിക്കാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ അനിത ഇപ്പോൾ ഇവിടെ മരിച്ചു കിടക്കുമായിരുന്നു അല്ലേ? അനിത നിന്ന് കിതച്ചു. അനിതയെ കൊന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി മാമച്ചൻ ആലോചിച്ചിട്ടില്ല. അയാൾ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. അപ്പോൾ ഡാഡിയുടെയും മമ്മിയുടെ സ്ഥിതി എന്തായിരിക്കും? വാർദ്ധക്യത്തിൽ മക്കൾ നഷ്ടപ്പെട്ട ഹൃദയവ്യതയോടെ അവർ നീറി നീറി മരിക്കും. എല്ലാം സംഭവിക്കുന്നത് ഒരു നിമിഷത്തെ വിവേകമില്ലായ്മ കൊണ്ടാണ്. ബാബു സാർ അനിത ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കി. ഐസക് ഒരു സിഗരറ്റ് കത്തിച്ച് അസ്വസ്ഥതയോടെ പുകവിട്ടു. അതുപോലെ ഐസക് സാറും ഞാനുമൊക്കെ സമൂഹത്തിൽ വിലയും അധികാരങ്ങളും ഉള്ളവരാണ്. ഞങ്ങളെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആ എക്സ്പ്ലോസീവ്സ് ആരോ കൊണ്ടുവന്നു, പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു.
അതോടെ തീർന്നു. അത് അന്വേഷിക്കാനാണെങ്കിൽ പ്രത്യേക ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. പിന്നെ വെറുതെ എന്തിനാ അനിത അതിലൊക്കെ ഇടപെടുന്നത്? അതിന്റെ പിന്നിലൊക്കെ മനസാക്ഷിയില്ലാത്ത ഭയങ്കരന്മാരാ. വെറുതെ എന്തിനാ കുട്ടി അപകടം വരുത്തി വെക്കുന്നത്? ആ ഭയങ്കരന്മാർ നിങ്ങളല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ ഭയപ്പെടുന്നത്? അനിത ചോദിച്ചു. ഞങ്ങൾക്ക് എന്ത് ഭയം? ബാബു സാർ ചിരിച്ചു. അല്ലേ ഐസക് സാറേ? ഐസക് അനിതയെ നോക്കി പുഞ്ചിരിച്ചു. അയാളുടെ പല്ലുകൾക്കിടയിലൂടെ സിഗരറ്റ് പുക ഒഴുകി വന്നു. എന്നാൽ എനിക്കും ഭയമില്ല. ഞാനത് വെളിയിൽ കൊണ്ടുവരും. അനിത വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങി. അപ്പോഴവിടെ സക്കറിയ നിൽപ്പുണ്ടായിരുന്നു. മാമച്ചൻ വടി കുത്തി എഴുന്നേറ്റു. ഐസക്കും ബാബു സാറും കോറിഡോറിലൂടെ നടന്ന് ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ ബാബു സാർ പറഞ്ഞു, മാമച്ചൻ പറഞ്ഞതുപോലെ ഇവളാണ് ഇപ്പോഴത്തെ നമ്മുടെ വലിയ ശത്രു. അലക്സാണ്ടറാണ് അവൾക്ക് രഹസ്യങ്ങൾ കൊടുത്തത്. അതാണ് അവളുടെ പിൻബലം. ഇവളെ വിട്ടുകൂടാ. ഐസക് പറഞ്ഞു. എന്തു ചെയ്യണം? കൊന്നു കളയണം. അത് മറ്റാരെ ഏൽപ്പിക്കരുത്. മാമച്ചൻ പോലും അറിയരുത്. ശരി. ലിഫ്റ്റ് നിന്നു. തുറന്ന വാതിലിലൂടെ ഇരുവരും പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഹലോ. ഒരു സ്ത്രീ ശബ്ദം. ശബ്ദം കേട്ടിടത്തേക്ക് ബാബു സാർ തിരിഞ്ഞു നോക്കി. മുന്നോട്ട് നടന്ന ഐസക്കിന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. പർദ്ദ ധരിച്ച ഒരാൾ വെളിച്ചം കുറഞ്ഞ ഭാഗത്ത് നിൽക്കുന്നു. തല മുതൽ പാദം വരെ കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. ഇരുട്ട് കട്ട പിടിച്ചതുപോലുള്ള ആ രൂപം ഓർക്കാപ്പുറത്ത് കണ്ടാൽ പേടിച്ചു പോകും. അവരെന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അവൾ ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് ഉയർന്നു പൊങ്ങി. ഹോസ്പിറ്റലിന്റെ പോർച്ചിൽ കാറിനടുത്ത് വന്നപ്പോഴും ഇരുവരുടെ മനസ്സിൽ ആ സ്ത്രീയായിരുന്നു. അവൾ ആരാ? ഐസക് ചോദിച്ചു. ആ ശബ്ദം കേട്ട് പരിചയമുള്ളതാ, പക്ഷെ ഓർക്കുന്നില്ല, ബാബു സാർ പറഞ്ഞു. പർദ്ദയിട്ട സുന്ദരി ആരാ? നമ്മളെ കളിപ്പിച്ചല്ലോ അവൾ. ആ ശബ്ദം റൂബിയുടേത് പോലുണ്ട്, ബാബു സാർ പറഞ്ഞു. ഏത് റൂബി? അലക്സിന്റെ പെങ്ങൾ. അവളെ നിങ്ങൾ കൊന്നില്ലേ? ഐസക് ചോദിച്ചു. അതാ അവൾ. ഹോസ്പിറ്റലിന്റെ മുകളിലത്തെ വരാന്തയിലൂടെ ആ രൂപം മാമച്ചന്റെ മുറിയുടെ നേരെ നീങ്ങുന്നത് കണ്ട് ബാബു സാർ പറഞ്ഞു. പെട്ടെന്ന് അയാൾ ഐസക്കിനെ വിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു. ഐസക്കും ബാബു സാറും വേഗം ലിഫ്റ്റിൽ കയറി മുകളിലെത്തി. മാമച്ചൻ ഒടിഞ്ഞ കൈ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വാതുക്കൽ നിൽക്കുകയായിരുന്നു. മാമച്ച, ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഐസക് ചോദിച്ചു. ഉവ്, പർദ്ദ ധരിച്ചൊരു സ്ത്രീ. ഞാൻ ഡാഡിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന ഒരു കറുത്ത രൂപം അകത്തേക്ക് വന്നു. മാമച്ചൻ ഒരു നിമിഷം നിർത്തിയിട്ട് തുടർന്നു. അവൾ എന്നെയും ഡാഡിയെ മാറി മാറി നോക്കി. പിന്നെ ഹലോ എന്ന് എന്നെ നോക്കി പറഞ്ഞ ശേഷം തിരിച്ചുപോയി. അവൾക്കെന്തോ ഉദ്ദേശമുണ്ടായിരുന്നു. ഡാഡി എന്നോട് അത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ വാതിൽ തുറന്ന് വന്ന് നോക്കിയപ്പോൾ അവളെ ഇവിടെങ്ങും കാണുന്നില്ല. സക്കറിയ അകത്തെ കസേരയിലിരിക്കുന്നത് ഐസക് കണ്ടു. ബാബു സാർ മാമച്ചനെ വരാന്തയിലേക്ക് നീക്കിക്കൊണ്ടുപോയി. ആ ശബ്ദം കേട്ടിട്ട് ആരാണെന്നാണ് നിനക്ക് തോന്നിയത്? എനിക്കൊന്നും തോന്നിയില്ല, മാമച്ചൻ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. റൂബിയാണെന്ന് തോന്നിയോ? ഐസക് ചോദിച്ചു. റൂബിയോ? മാമച്ചൻ അമ്പരപ്പോടെ അവരെ മാറി മാറി നോക്കി. അവളല്ല, അവൾ ഒരിക്കലും തിരിച്ചു വരൂല, പ്രേതം പോലും. എങ്കിൽ പിന്നെ ആരാണത്? ഐസക് ചോദിച്ചു. അവർ ആശുപത്രിയിൽ മുഴുവൻ അന്വേഷിച്ചിട്ടും അവളെപ്പറ്റി വിവരമൊന്നും കിട്ടിയില്ല. ഐസക്കും ബാബു സാറും തിരിച്ച് ഹോട്ടൽ ഓഷ്യാനിക്കിലെ മുറിയിൽ ചെന്ന് അനിതയെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഫെർണാണ്ടസ് അവിടേക്ക് വന്നു. കോൾഡ് സ്റ്റോറേജിൽ വെച്ച് അലക്സ് മർദ്ദിച്ചതിന്റെ പരിക്കുകളിൽ നിന്ന് അയാൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചിരുന്നില്ല. ഗ്രേസി ഒഴിച്ചു കൊടുത്ത മദ്യം ഒന്നും ഒത്തിയ ശേഷം ഫെറി പറഞ്ഞു, ഞാനൊരു ബിസിനസ് പാർട്ടിയുമായി ഹോട്ടലിലിരിക്കുമ്പോൾ പർദ്ദ ധരിച്ചൊരു സ്ത്രീ വന്ന് ഹലോ എന്ന് പറഞ്ഞു. ആര്? ഐസക്കും ബാബു സാറും ഒന്നിച്ചു ചോദിച്ചു. ആരാണെന്നറിയില്ല. സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അവൾ ആരാന്ന് അന്വേഷിക്കാനും കഴിഞ്ഞില്ല. ബാബു സാർ തങ്ങളുടെ അനുഭവം പറഞ്ഞു. എന്നാൽ അവൾ ആരാണെന്നൊന്ന് അറിയണമല്ലോ, ഫെറി ചിന്താകുലനായി പറഞ്ഞു. അവൾ എന്നെ അഭിവാദ്യം ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി. എടാ, അത് റൂബിയാണോ? ബാബു സാർ ചോദിച്ചു. ശബ്ദം കേട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? മരിച്ചവർ തിരിച്ചു വരുമോ? ഫെറി ചോദിച്ചു. ഗ്രേസി അവരെ മാറി മാറി നോക്കി. എടി ഗ്രേസി, നീ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും പെണ്ണിന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോടി? ഐസക് ചോദിച്ചു. എനിക്കറിയില്ല, ഭ്രാന്ത് പിടിക്കുന്ന പണികളല്ലേ നിങ്ങൾ ചെയ്യുന്നത്, ഗ്രേസി ചിരിച്ചുകൊണ്ട് കളിയും കാര്യവുമായി പറഞ്ഞു. അപ്പോഴാണ് വാതിലിന്റെ ഹാൻഡിൽ തിരിയുന്നത് ഗ്രേസിയുടെ കണ്ണിൽപ്പെട്ടത്. തോന്നലാണോ എന്നറിയാൻ അവൾ ശ്രദ്ധിച്ചു. വാതിലിനപ്പുറത്ത് നിന്ന് ആരോ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. അത് അവരോട് പറയാൻ തുടങ്ങുമ്പോൾ വാതിൽ ശക്തിയായി തള്ളി തുറക്കപ്പെട്ടു. കറുത്ത പർദ്ദ ധരിച്ചൊരു രൂപം
തോക്കു ചൂണ്ടി നിൽക്കുന്നു. ഗ്രേസി നിലവിളിച്ചുകൊണ്ട് ഓടി. മറ്റുള്ളവർ ഇതികർത്തവ്യ മൂഢരായി നിൽക്കുമ്പോൾ വെടിപൊട്ടി. ഐസക്കിന്റെ തോളിൽ നിന്ന് ചോര ചീറ്റി. അയാൾ അലറിക്കൊണ്ട് കട്ടിലിനപ്പുറത്തേക്ക് ചാടി. തുടർന്ന് വെടിയുടെ മുഴക്കമേ അവിടെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ബാബു സാറും ഫെറിയും മേശയ്ക്ക് മറഞ്ഞിരുന്നു. മേശ വെടിയേറ്റ് തുളഞ്ഞു വികൃതമായി. 2 നിമിഷങ്ങൾ കൊണ്ട് എല്ലാം കഴിഞ്ഞു. കുപ്പിയും ഗ്ലാസും എല്ലാം പൊട്ടിച്ചിതറി. പില്ലോ പൊട്ടിച്ചിതറി. പഞ്ഞി കാറ്റിൽ പറന്നു. റിവോൾവർ ഒഴിഞ്ഞപ്പോൾ അവൾ പുറത്തു കടന്ന് വാതിലടച്ചു. തറയിൽ കിടക്കുകയായിരുന്ന ഗ്രേസിക്ക് താൻ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പായി. അവൾ എഴുന്നേൽക്കാൻ ഭയന്നു. ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നതെന്നറിയില്ല. പെട്ടെന്ന് ഫെറി മേശയുടെ മറവിൽ നിന്ന് കൈത്തോക്കുമായി വരുന്നത് കണ്ടു. അയാൾ വാതിക്കലെത്തി. തുറക്കാൻ ധൈര്യപ്പെടാതെ താക്കോൽ ദ്വാരത്തിലൂടെ അപ്പുറത്ത് അവൾ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി. കീ ഹോളിലൂടെ അയാൾ കണ്ടത് ചേർത്ത് വെച്ചിരിക്കുന്ന റിവോൾവറിന്റെ കാലിബറാണ്. അയാൾ ഭയം കൊണ്ട് തലകുനിച്ചപ്പോൾ താക്കോൽ ദ്വാരം ചിതറിച്ചു കൊണ്ടുവന്ന വെടിയുണ്ടകൾ തലമുടിയിൽ ഉരസി പറന്നുപോയി. എതിർവശത്തെ ഭിത്തിയിലെ അലമാരയിൽ ദ്വാരങ്ങൾ വീണു. പൊടുന്നനെ വെടിയുണ്ട പ്രതീക്ഷിക്കാതെ താക്കോൽ ദ്വാരത്തിന് താഴെ കൂടി വന്നു. അത് കാലിൽ തുളച്ചു കയറിയ ആഘാതത്തിൽ അയാൾ മുറിയുടെ മധ്യത്തിലേക്ക് തെറിച്ചു വീണു. പിന്നെ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ബാബു സാർ എഴുന്നേറ്റ് വന്ന് ഗ്രേസിയും കൂടി ഫെറിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയാൾ വെടിയേറ്റ് ഇടത് കാൽ പൊക്കി പിടിച്ചിരുന്നു. ഐസക് സാർ എവിടെ? ബാബു ചോദിച്ചു. കട്ടിലിനടിയിൽ നിന്ന് ഒരു ഞരക്കം കേട്ടു. ബെഡിൽ പിടിച്ച് അയാൾ എഴുന്നേറ്റു. ഒരു വശം മുഴുവൻ ചോരയാണ്. കോളർ ബോണിനാണ് വെടിയേറ്റിരിക്കുന്നത്. വളരെ വിഷമിച്ച് ഐസക് പറഞ്ഞു. അല്പം മാറിയിരുന്നെങ്കിൽ എൻ്റെ തല തീർച്ചേനെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണോ, ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കണോ? ബാബു സാർ ചോദിച്ചു. ഡോക്ടർ ആംബുലൻസുമായി വരും. അരുത്, സംഭവം നടന്നത് ഇവിടെ വെച്ചാണെന്ന് ആരും അറിയരുത്. ഇത് ഞാൻ മുതലെടുക്കും. യാത്ര ചെയ്യുന്ന വഴി എൻ്റെ കാറിന് നേരെ ശത്രുക്കളോ ടെററിസ്റ്റുകളോ ആക്രമിച്ചെന്ന് പത്രത്തിൽ വരണം. ഇലക്ഷനിൽ അതെനിക്ക് ഗുണം ചെയ്യും. ഐസക്കിന്റെ ചാണക്യതന്ത്രം ഉയർന്നു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വാർത്ത വന്നു. എക്സൈസ് മിനിസ്റ്ററുടെ കാറിന് നേരെ ആക്രമണം. മന്ത്രിക്ക് വെടിയേറ്റു. മന്ത്രിയുടെ പാർട്ടിക്കാരനും വ്യവസായിയുമായ സുഹൃത്തിനും വെടിയേറ്റു. റോഡരികിൽ വെടിയേറ്റ് കിടക്കുന്ന അംബാസിഡർ കാറിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. രാത്രിയിൽ തന്നെ ബാബു സാർ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വിളിച്ചു മാമച്ചനെ വിവരം അറിയിച്ചു. അത് സ്ത്രീയാണോ, സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കുന്ന പുരുഷനാണോ? മാമച്ചൻ ചോദിച്ചു. എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല. ഒന്നുറപ്പാണ്, അവൻ അതോ അവളോ നമ്മളെ കൊല്ലാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും ഇരുളിൽ നിന്നൊരു വെടിയുണ്ട പ്രതീക്ഷിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഡോക്ടർ ഓപ്പറേഷൻ നടത്തി ഫെറിയുടെ കാലിലെ ബുള്ളറ്റ് എടുക്കുകയാണ്. ഞാൻ പിന്നീട് വിളിക്കാം. ബാബു സാർ സെല്ലുലർ ഫോൺ ഓഫാക്കി. മാമച്ചൻ വരാന്തയിലേക്ക് വന്ന് ഇടനാഴിയിലേക്ക് നോക്കി. ഭീതിയോടെ. ഇടനാഴി വിജനമായിരുന്നു. ഫോട്ടോഗ്രാഫർ നാസറയും കൂട്ടിയാണ് അനിത ഹോസ്പിറ്റലിലേക്ക് ചെന്നത്. റോഡരികിലെ മതിലുകളിലും ഭിത്തികളിലുമൊക്കെ മന്ത്രി ഐസക്കിന്റെ പാർലമെന്റ് ഇലക്ഷൻ പോസ്റ്ററുകളും ബാനറുകളും ഉണ്ട്. ഹോസ്പിറ്റലിൽ ശക്തമായ പോലീസ് കാവലുണ്ട്. മന്ത്രിയുടെ പാർട്ടി അനുയായികളായ ധാരാളം പേർ. പോലീസ് കമ്മീഷണറെ കണ്ട് അനിത അടുത്ത് ചെന്നു. വയർലെസ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാറിനടുത്ത് നിന്ന് അദ്ദേഹം ചില റിപ്പോർട്ടേഴ്സിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ, സർ, മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചത് ഓപ്പോസിഷൻ പാർട്ടിയിലെ ആളുകളാണോ? അനിത ചോദിച്ചു. ചെറുപ്പക്കാരനായ കമ്മീഷണർ അനിതയെ നോക്കി. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പിന് ബന്ധമുണ്ടോയെന്നും സംശയമുണ്ട്, കമ്മീഷണർ പറഞ്ഞു. കടലിൽ നിന്ന് പിടിച്ച ആയുധങ്ങൾ കൊണ്ടുവന്നവരാണിത് ചെയ്തതെന്നാണോ സാർ കരുതുന്നത്? തീർത്തും പറയാറായിട്ടില്ല. 2 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ പ്രതികളെ പിടിക്കും. നാസർ ഒരു ഫോട്ടോ എടുത്തു. മന്ത്രിയുടെ മുറിക്ക് മുന്നിൽ പോലീസുകാരും പാർട്ടിക്കാരും കാവലുണ്ടായിരുന്നു. മന്ത്രിയുടെ അനുവാദം കിട്ടിയതിന് ശേഷമാണ് അകത്തേക്ക് കടത്തിവിട്ടത്. AC ഉള്ള VIP റൂമാണ്. അനിതയും നാസറും ചെല്ലുമ്പോൾ ബെഡിലിരിക്കുകയായിരുന്നു ഐസക്. കാൽ വെച്ച് കെട്ടിക്കിടക്കുകയാണ് ഫെർണാണ്ടസ്. താടി ഒഴിഞ്ഞുകൊണ്ട് ബാബു സാർ കസേരയിലിരിക്കുന്നു. അവർക്ക് സഹായിയായി ഉണ്ടായിരുന്ന സ്ത്രീ പത്രപ്രവർത്തകരെ കണ്ടപ്പോൾ വെളിയിലേക്ക് പോയി. സർ, സുഖമായിരിക്കുന്നോ? അനിത ഐസക്കിനോട് ചോദിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ സുഖമല്ലേ അനിതേ? ഐസക് ചിരിച്ചു. അപകടത്തിൽപ്പെട്ട കാർ കിടക്കുന്നത് ഞാൻ കണ്ടു. സാർ എന്തിനാണ് പാതിരാത്രിക്ക് അതിലേ പോയത്? ഇതെന്ത് ചോദ്യമാ? തലയണ വെച്ച് കട്ടിലിൽ ചാരി കിടക്കുകയായിരുന്നു ഫെറി ദേഷ്യത്തിൽ ചോദിച്ചു. ഇലക്ഷൻ പ്രചരണം നടക്കുന്ന ഈ സമയത്ത് എവിടെയൊക്കെ പോകണം, അതൊക്കെ നിങ്ങളോട് പറയണോ? അനിത അയാളുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചു. കാറിന് നേരെ ആക്രമണം നടക്കുമ്പോൾ ഫെർണാണ്ടസ് കാറിന്റെ ഏത് ഭാഗത്താണ് ഇരുന്നത്? ചോദ്യം കേട്ട് ഫെർണാണ്ടസ് ഒന്ന് പരിങ്ങി. മുന്നിൽ, ഡ്രൈവറുടെ അടുത്ത്. അല്പം ആലോചിച്ചിട്ട് ഫെറി പറഞ്ഞു.
മന്ത്രി പിൻസീറ്റിലും. ഇനി സ്ഥാനം മാറരുത്, ഞാൻ ടേപ്പ് ചെയ്യുന്നുണ്ട്. അനിത വാനിൽ നിന്ന് മൈക്രോ ടേപ്പ് റെക്കോർഡർ എടുത്ത് കാണിച്ചു. ഐസക്കിന്റെ പുരികം ചൊളിഞ്ഞു. ഇവൾ എന്ത് കുതന്ത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്? അക്രമികൾ എത്ര പേരുണ്ടായിരുന്നു? ഒരാളെ ഞങ്ങൾ ഇരുട്ടത്ത് കണ്ടുള്ളൂ. ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കാം. കാർ ഓടുകയായിരുന്നോ നിർത്തിയിട്ടിരിക്കുകയായിരുന്നോ? ഓടുകയായിരുന്നു. മുൻസീറ്റിലിരുന്ന ഫെറിയുടെ ഇടതുകാലിനാണ് വെടിയേറ്റിരിക്കുന്നത്. പക്ഷേ കാറിൽ ഫ്രണ്ട് ഡോറിന്റെ ഭാഗത്ത് വെടിയുണ്ട കയറിയ ദ്വാരങ്ങളില്ലല്ലോ. ഗ്ലാസ് താഴ്ത്തി കാൽ വെളിയിലേക്കിട്ടിരുന്നു എന്ന് പറയരുത്. കാരണം അവിടുത്തെ ചില്ല് നിങ്ങൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് ഭംഗിയായി ഇരിപ്പുണ്ട്. ഫെർണാണ്ടസിന്റെ മുഖം ചോര വാർന്നതുപോലെ വിളറി. ഐസക്കും വല്ലാതായി. താടി ഒഴിഞ്ഞുകൊണ്ടിരുന്ന ബാബു സാറിന്റെ കൈ ചലിച്ചില്ല. രണ്ടുപേർക്കും വെടിയേറ്റിട്ടും കാറിനകത്ത് ഒരു തുള്ളി ചോര പോലുമില്ല, അനിത പറഞ്ഞു. ഐസക് ദേഷ്യത്തോടെ അവളെ നോക്കി. ഇതൊക്കെ പോലീസ് അന്വേഷിച്ചുകൊള്ളും. അനിതയ്ക്ക് എന്താ കാര്യം? അനിത ഐസക്കിന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് കുറേയൊക്കെ എനിക്കറിയാം. ഇന്നലെ ഹോട്ടൽ ഓഷ്യാനിക്കിൽ ഒരു സുഹൃത്തിന്റെ മുറിയിൽ ഫോട്ടോഗ്രാഫർ നാസർ ഉണ്ടായിരുന്നു. അവർ നാസറിനെ നോക്കി. നാസർ അവരുടെ ഒരു വൈഡ് ആംഗിൾ ഫോട്ടോ എടുത്തു. അനിത തുടർന്നു. നാസറും സുഹൃത്തും ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. പാതിരാത്രി കഴിഞ്ഞ നേരം. അപ്പോൾ താഴെ നിന്ന് കുറേ വെടിശബ്ദം കേട്ടു. അവിടെ ഗ്രേസി ആന്റിയുടെ ഐസ്ക്രീം പാർലറും അതിനോടനുബന്ധിച്ച ഓഫീസുകളാണുള്ളത്. നിങ്ങൾക്കൊക്കെ ആ സ്ഥാപനങ്ങളിൽ ഷെയറുകളുണ്ടല്ലോ. അവിടെ ആരാണ് വെടിപൊട്ടിക്കുന്നത്? ആരെങ്കിലും പടക്കം പൊട്ടിച്ചതായിരിക്കും. അതുവരെ നിശബ്ദനായിരുന്ന ബാബു സാർ പറഞ്ഞു. പടക്കമല്ല സാർ, ഫയറിംഗ് സൗണ്ട് ആണ്, എനിക്കറിയാം, നാസർ പറഞ്ഞു. ബാബു സാർ അയാളെ രൂക്ഷമായി നോക്കി. താങ്ക് യു സാർ. അനിത എഴുന്നേറ്റു. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഐസക് അസ്വസ്ഥതയോടെ പറഞ്ഞു. ഇവൾ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിക്കും. ഇവളെ എന്തെങ്കിലും ചെയ്യണം. ബാബു സാർ താടി ഒഴിഞ്ഞുകൊണ്ട് മൂളി. അനിതയും നാസറും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് ആ ശബ്ദം കേട്ടത്. ഹലോ. അനിത തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ ലേഖ. അനിത ഹോട്ടലിൽ വെച്ച് അലക്സിനോടൊപ്പം അവളെ കണ്ടത് ഓർത്തു. അനിത അല്ലേ? ലേഖ പുഞ്ചിരിച്ചു. ഞാൻ ലേഖ. എൻ്റെ ബൈ. കൈ ഉയർത്തി കാണിച്ചിട്ട് ലേഖ കാഷ്വാലിറ്റിയുടെ മുന്നിലെ ആളുകൾക്കിടയിലൂടെ നടന്നുപോയി. എൻ്റെ അലക്സിയേട്ടൻ, അശോക് മസ്താന്റെ മകൾ എന്ത് ഭാവിച്ചാണ്? അവൾ ഓർത്തു. ഡോക്ടർ അലക്സ് ഹോസ്പിറ്റലിൽ കുട്ടികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുട്ടിയെ പരിശോധിച്ച് മരുന്ന് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്ന് വിളിച്ചപ്പോൾ കടന്നു വന്നത് ലേഖയാണ്. ലേഖയോ? വരൂ, ഇരിക്കൂ. ഞാൻ അനിതയെ കണ്ടു, അലക്സിന്റെ കാമുകി. അലക്സ് അവളെ നോക്കി. ഷീ ഈസ് വണ്ടർഫുൾ, സുന്ദരി. ലേഖ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അലക്സ് എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ഫോൺ മണിയടിച്ചു. ഡോക്ടർ അലക്സ്, എനിക്കൊരു സഹായം വേണം, വൈകിട്ട് കാണണം. അനിതയുടെ ശബ്ദം. ലേഖ അലക്സിനെ തന്നെ നോക്കിയിരുന്നു. വൈകിട്ട് കണ്ടപ്പോൾ അനിത അലക്സിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഗ്രേസി ആന്റിയുടെ പാർലറിന് മുകളിലെ മുറിയിൽ നിന്നാണ് വെടി പൊട്ടിയത്. ആരെങ്കിലും അപായപ്പെട്ട് കിടക്കുന്നതോ ചോരയോ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എനിക്ക് എടുത്തു തരണം. ഞാൻ ശ്രമിച്ചിട്ട് എനിക്കവിടെ പോകാൻ കഴിഞ്ഞില്ല. ഞാനൊന്ന് ശ്രമിക്കാം, അലക്സ് പറഞ്ഞു. അവിടെ ലോതറിനെ പോലെ തടിയുള്ള വാച്ചറില്ലേ? ഇന്ന് അയാളുടെ ശിരസിലൊരു മുറിവുണ്ട്. ഞാൻ ചോദിച്ചിട്ട് അയാൾ ഒന്നും പറഞ്ഞില്ല. അതെനിക്ക് വിട്ടതാ, അലക്സ് പറഞ്ഞു. അലക്സ് ഐസക്കിന് വെടിയേറ്റത് അവിടെ വെച്ചതായിരിക്കും. വി വിൽ ഫൈൻഡ് ഇറ്റ്. അനിതയുടെ പപ്പ വീട്ടിലേക്ക് വന്നിരുന്നു. മാമച്ചൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഉറക്കം വരുന്നതുവരെ അനിത ഇരുന്ന് എഴുതി. പിന്നെ ലൈറ്റ് അണച്ച് കിടന്നു. അപ്പോഴവൾ അലക്സിനെ ഓർത്തു. ഇപ്പോഴയാൾ ആ രഹസ്യമുറിയിൽ കയറിയിട്ടുണ്ടാകുമോ? വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. സർവത്ര ഇരുട്ട്. ഇരുട്ടിലും ഒരു ചലനം കണ്ട് അനിത ചാടി എണീറ്റു. ആരാത്? ഒരു കത്തി ഉയരുന്ന തിളക്കം അനിത കണ്ടു. അവളത് തട്ടി. കത്തി കൊണ്ട് കൈ മുറിഞ്ഞു. അടുത്ത കുത്ത് അതിശക്തിയിലായിരുന്നു. അനിത കത്തിയിൽ പിടിച്ചു. കൈപ്പത്തി രണ്ടായി മുറിയുന്നത് അവൾ അറിഞ്ഞു. കൈ വെള്ള മുറിയുകയാണെന്നറിഞ്ഞിട്ടും അനിത കത്തിയിലെ പിടിവിട്ടില്ല. കൊലയാളി കത്തി വലിച്ചെടുക്കാൻ ശ്രമിച്ചു. അവൾ രണ്ട് കൈകൊണ്ടും കത്തിയിൽ സർവ്വശക്തിയും എടുത്തു പിടിച്ചു. പിടിവിട്ടാൽ അയാൾ തന്നെ കുത്തിക്കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഒന്നുകിൽ അലക്കൊടിയണം, അല്ലെങ്കിൽ തൻ്റെ കൈ അറ്റുപോകണം. അനിതയുടെ നിലവിളി ആ വീടിനെ നടുക്കിക്കൊണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ ഒഴുകി. പെട്ടെന്നവൾ ശക്തിയായ ഒരു ചവിട്ടേറ്റ് ബെഡിലേക്ക് മലച്ചു വീണു. തൻ്റെ കത്തി പിടിവിട്ടുപോയെന്ന് അവൾ നടുക്കത്തോടെ ഓർത്തു. വീണു പിടയ്ക്കുന്നതിനിടയിൽ കൈ തട്ടി ബെഡ് ലാമ്പ് കത്തി. കറുത്ത ഗൗൺ ധരിച്ച കൊലയാളി അവൾ കണ്ടു. മങ്കി ക്യാപ്പ് പോലെ ഒരു തുണി കൊണ്ട് മുഖം മറച്ചിരുന്നു. കുറുക്കൻ്റേതുപോലുള്ള കണ്ണുകൾ അനിത കണ്ടു. അയാളുടെ കയ്യിലെ കത്തിയിലൂടെ ചോര ഒഴുകുന്നു.
വെളിച്ചം കണ്ടപ്പോഴുണ്ടായ പതർച്ചയിൽ നിന്ന് മുക്തനായി അയാൾ അവളുടെ നേരെ അടുത്തു. നെഞ്ചിന് നേരെ ആഞ്ഞു താണ കത്തി അവൾ തലയിണ എടുത്ത് തടഞ്ഞു. കത്തിമുന തലയിണകൾക്കിടയിലൂടെ താഴേക്ക് വന്നു. അത് നെഞ്ചിലേക്ക് അടുക്കുകയാണ്. തലയിണ അവൾ അയാളുടെ നേരെ തള്ളിപ്പിടിച്ചു. കൈകളിലൂടെ ചോര ഒഴുകി. അയാൾ കത്തി ഇളക്കി വലിച്ചു. തലയിണ രണ്ടായി കീറി മുറിഞ്ഞുപോയി. അനിതയുടെ ഓരോ കൈയിലും ഓരോ ഭാഗങ്ങൾ. പഞ്ഞി അയാളുടെ മുഖത്തേക്ക് പറന്നു വീണു. ഫാനിന്റെ കാറ്റിൽ അത് വട്ടം കറങ്ങി. അയാൾ ഒരാക്രമണത്തിനു കൂടി മുന്നോട്ടെടുത്തപ്പോൾ സ്റ്റെയർ കേസിൽ ശബ്ദം കേട്ടു. മോളെ! ഡാഡിയുടെയും മമ്മിയുടെയും ശബ്ദം. കൊലയാളി തിരിഞ്ഞ് തുറന്നു കിടക്കുന്ന വാതിക്കലേക്ക് നോക്കി. വെളിയിൽ ലൈറ്റുകൾ തെളിഞ്ഞു. ഡാഡി! അനിത നിലവിളിച്ചു. കൊലയാളി പരിഭ്രാന്തനായതുപോലെ ബാൽക്കണിയിലെ വാതിൽ തുറന്നു. അപ്പോഴേക്കും പ്ലാസ്റ്റർ ഇട്ട കൈയുമായി സക്രിയയും എൽസമ്മയും അനിതയുടെ മുറിയിലേക്ക് വന്നു. അനിതയുടെ ദേഹത്തും ബെഡിലുമെല്ലാം ചോര കണ്ട് എൽസമ്മ ഭയന്ന് നിലവിളിച്ചു പോയി. എൻ്റെ മോളെ, നിനക്ക് എന്നാ പറ്റി? അവർ ഓടി മകളുടെ അടുത്തെത്തി. അപ്പോഴേക്കും സണ്ണി ഓടി വന്നു. ഡാഡി, സണ്ണിച്ചായ, എന്നെ കൊല്ലാൻ വന്ന ആൾ അങ്ങോട്ട് പോയി. അനിത ബാൽക്കണിയിലേക്ക് കൈ ചൂണ്ടി. അവൾക്കപ്പോൾ വേദനിച്ചില്ല, ഒരു മരവിപ്പായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ചോര വാർന്നൊഴുകുകയായിരുന്നു. ആ കാഴ്ച എല്ലാവരെയും ഭയപ്പെടുത്തി കളഞ്ഞു. സണ്ണിയും സക്കറിയയും പകുതി തുറന്നു കിടക്കുന്ന വാതിലിനടുത്തെത്തി. പെട്ടെന്ന് സക്കറിയ നിന്നു. സണ്ണിയെ തടഞ്ഞു. എടാ, അവൻ ഇവിടെ പതുങ്ങി നിൽപ്പുണ്ടെങ്കിൽ നമ്മളെ കുത്തും. അത് ശരിയാണെന്ന് സണ്ണിക്ക് തോന്നി. പിടിക്കപ്പെട്ട കൊലയാളി എന്ത് ചെയ്യാനും മടിക്കില്ല. ഒരു നിമിഷം ആലോചിച്ച സണ്ണി ഡാഡിയെ പിന്നോട്ട് വലിച്ചു മാറ്റിയിട്ട് വളരെ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് കുതിച്ചു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ബാൽക്കണിയിലെ അഴികളിൽ പിടിച്ച് അയാൾ താഴേക്ക് നോക്കി. താഴെ ചെടികൾ ഇളകുന്നത് അയാൾ കണ്ടു. ഒരാൾ മതിലിനടുത്തേക്ക് ചെന്ന് അതിൽ കയറുന്നത് സണ്ണി കണ്ടു. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ആ കറുത്ത രൂപം മതിൽ ചാടി മറിഞ്ഞു. സണ്ണി വേഗം സഹോദരിയുടെ അടുത്തേക്ക് വന്നു. കൈകളിലെ മുറിവുകൾ കൂടുതൽ രക്തം വാർന്നു പോകാതെ തുണി കൊണ്ട് വരിഞ്ഞു കെട്ടി. അനിതയ്ക്ക് ബോധക്ഷയം വരുന്നത് പോലെ തോന്നി. പറന്നു നടക്കുന്ന പഞ്ഞികൾക്കിടയിലൂടെ അവരവളെ മുറിയിൽ നിന്ന് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോരുമ്പോൾ അനിതയ്ക്ക് ബോധമില്ലായിരുന്നു. മരണത്തിൽ നിന്ന് തൻ്റെ ഇടം കൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടെങ്കിലും വല്ലാതെ ഭയന്നു പോയിരിക്കുന്നുവെന്ന് സണ്ണിക്ക് മനസ്സിലായി. ബഷീറാണ് അലക്സിനോട് വിവരം പറഞ്ഞത്. അലക്സ് അപ്പോൾ ലിസി ചേച്ചിയെ മന്ദബുദ്ധികളായ കുട്ടികളെ പരിശോധിക്കുന്ന മരുന്ന് കൊടുക്കുകയായിരുന്നു. ഇപ്പോഴയാൾ അനാഥരെയും സാധുക്കളെയും സഹായിക്കുന്നതിൽ സമയം കണ്ടെത്തിയിരുന്നു. സമൂഹം ഉപേക്ഷിച്ച കുറേ മനുഷ്യാത്മാക്കൾ തങ്ങളുടെ ഇടയിലുണ്ടെന്നും ഡോക്ടറുടെ സേവനങ്ങൾ മറ്റാരെയുംകാൾ അവർക്കാണ് ആവശ്യമെന്നും അലക്സിന് മനസ്സിലായി. ബഷീറും അലക്സും അനിതയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സക്കറിയയും എൽസമ്മയും അലക്സിന്റെ അമ്മയും മിനിയും ഉണ്ടായിരുന്നു. മോനെ അലക്സേ, അനിത കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടടാ. അലക്സിനെ കണ്ടപ്പോൾ എൽസമ്മ എണ്ണിപ്പെറുക്കി. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മോടെ ശവമടക്ക് നടക്കേണ്ടതാ. അമ്മയുടെ കണ്ണുകളും നിറയുന്നത് അയാൾ കണ്ടു. അലക്സ് സക്രിയെ നോക്കി. അയാൾ തൂക്കിയിട്ട കൈയുമായി മുഖം കൊടുക്കാതെ മുറിയിൽ നിന്നിറങ്ങി വരാന്തയിലേക്ക് പോയി. കട്ടിലിൽ കിടക്കുകയായിരുന്ന അനിത അലക്സിനെ നോക്കി പുഞ്ചിരിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. അവളുടെ കൈത്തണ്ടയിലും കൈപ്പത്തിയിലും കെട്ടുകളുണ്ട്. വലുത് കൈവെള്ളയിലാ മുറിവ് മോനെ, വലുത്, അന്നമ്മ പറഞ്ഞു. കൈ 2 കഷ്ണമായി പോകേണ്ടതാ. മൊത്തം 28 സ്റ്റിച്ചുണ്ട്. സാരമില്ല, അനിത പുഞ്ചിരിച്ചു. അവൾ സംഭവിച്ചത് മുഴുവൻ പറഞ്ഞപ്പോൾ നാവ് വരണ്ടു. മിനി തണുത്ത വെള്ളം പകർന്നു കൊടുത്തത് അവൾ കുടിച്ചു. അതാരാണെന്ന് അനിതയ്ക്കറിയാമോ? അലക്സ് ചോദിച്ചു. ഇല്ല, എന്നാലും ഊഹിക്കാൻ കഴിയും അല്ലേ? അതെ, എനിക്ക് ശത്രുക്കൾ ധാരാളമുണ്ടല്ലോ. ആരാ മോളെ അത്? എൽസമ്മ പെട്ടെന്ന് ചോദിച്ചു. എന്നിട്ട് മോളെന്താ അത് സണ്ണിയോട് പറയാതിരുന്നത്? എന്താടി? അപ്പോൾ വാതുക്കൽ വന്നു നിൽക്കുന്ന മാമച്ചലിലായിരുന്നു അനിതയുടെ കണ്ണുകൾ. അയാളുടെ പ്ലാസ്റ്റർ ഇട്ട കൈയും കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അവൾ അയാളെ നോക്കി നിഷ്കളങ്കമായി പുഞ്ചിരി തൂകി. അലക്സിനെ കണ്ടതും ഇരയെ കണ്ട നരഭോജി മൃഗത്തെ പോലെയായി മാമച്ചന്റെ മുഖം. അയാൾ അലക്സിന്റെ അടുത്തേക്ക് വന്നു. നിനക്കെന്താ ഇവിടെ കാര്യം? നീയല്ലേ എൻ്റെ പെങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അന്നമ്മയും മിനിയും വല്ലാതായി. നിനക്കിത് എന്നാ പറ്റിയടാ മാമച്ച? എൽസമ്മ ദേഷ്യപ്പെട്ടു. കൈ ഒടിഞ്ഞപ്പോൾ നിന്റെ തലയ്ക്കും സ്ഥിരമില്ലാതായോ? മമ്മി മിണ്ടരുത്. ഇവനാണ് ഇവളെ കുത്തി കൊല്ലാൻ ശ്രമിച്ചത്. മാമച്ചനൊരു ഏറ്റുമുട്ടലിനുള്ള പുറപ്പാടാണെന്ന് അലക്സിന് മനസ്സിലായി. ഇവനുമുണ്ട് കൂടെ. അയാൾ ബഷീറിനെ പിടിച്ചു തള്ളി. ബഷീർ ഭിത്തിയിൽ പിടിച്ചു നിന്നു. അലക്സ് ബഷീറിനെ നോക്കി. ബഷീർ കരുതലോടെ നിന്നു. ഇനി തൊട്ടാൽ കളി മാറുമെന്ന മട്ടിൽ. എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അലക്സ് ആണെന്ന് ചേട്ടനോട് ആര് പറഞ്ഞു?
അനിത ദേഷ്യപ്പെട്ടു. എന്നേക്കാൾ നിശ്ചയമുണ്ടോ ചേട്ടന്? അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. മിണ്ടരുത് നീ, കൈ ചൂണ്ടി മാമച്ചൻ അലറി. മിനി അനിതയെ എഴുന്നേറ്റിരിക്കാൻ സഹായിച്ചു. അലക്സ് മാമച്ചന്റെ കയ്യിൽ പിടിച്ചു. അനിതയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? ഞാൻ പറയിപ്പിക്കാം. ഇരുമ്പ് പോലെ അലക്സിന്റെ പിടുത്തം മുറുകി. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ വേണ്ട, ഈ കൈ കൂടി ഞാൻ ഒടിക്കും. 2 കൈകളും കഴുത്തിൽ കെട്ടി തൂക്കണം നിനക്ക്. മാമച്ചൻ മാത്രം കേൾക്കാൻ പാകത്തിന് പല്ല് ഞെരിച്ചാണ് അലക്സ് പറഞ്ഞത്. മാമച്ചനൊന്ന് പതറി. അയാൾ അവനെ വരാന്തയിലേക്ക് കൊണ്ടുവന്നു. സക്രിയെ അവിടെ കണ്ടില്ല. ഇത് പഴയ അലക്സ് അല്ല, മനസ്സിലായില്ലേ ഇതുവരെ നിനക്കത്? അലക്സ് മുരണ്ടു, പിന്നെ കൈവിട്ടു. മാമച്ചൻ അനങ്ങിയില്ല. പെങ്ങളെ മാത്രം കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാടാ? ആ കുടുംബത്തിന് ബോംബ് വയ്ക്കാൻ മേലായിരുന്നോ? ഇനി ഒന്നുകൂടി ശ്രമിക്കണ്ടേ അവളെ ഇല്ലാതാക്കാൻ? അലക്സിന്റെ വാക്കുകൾ മാമച്ചന്റെ മനസ്സിൽ എവിടെയോ തറച്ചു. ഹോസ്പിറ്റലിന് വെളിയിൽ വന്നപ്പോൾ അലക്സ് ബഷീറിനോട് പറഞ്ഞു, അനിതയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാം. കൊല്ലാൻ വന്നവനും അവനെ അയച്ചവനും ഇനി ഒരിക്കലും അനിതയുടെ നേരെ കൈ ഉയർത്തരുത്. ശരി, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. മസ്താനെയോ ഗുരുദാസിനെ അറിയിക്കണോ? അവരിത് നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞു കാണും, അലക്സ് പറഞ്ഞു. നമ്മൾ സംഭവിച്ചതിന് ശേഷം അറിയുന്നു, അവർ സംഭവിക്കുന്നതിന് മുമ്പേ അറിയും. അതാണ് അവരുടെ ചാര സംവിധാനം. മോനെ, ഞങ്ങളും വരുന്നു. അമ്മയും മിനിയും അവരുടെ അടുത്തേക്ക് വന്നു. മോനെ, എന്തൊക്കെയാടാ ആ മാമച്ചൻ പറഞ്ഞത്? അന്നമ്മയ്ക്ക് വിഷമമായി. അമ്മ അതൊന്നും ഓർക്കണ്ട. എന്നെ MDക്ക് തോൽപ്പിച്ചതറിയില്ലേ? പകയാ അവന് നമ്മളോട്. അമ്മ ഇവിടെ വരണ്ടായിരുന്നു. ഞാൻ ഒക്കത്തെടുത്ത് വളർത്തിയ കൊച്ചാടാ അനിത. അവൾക്കൊരാപത്ത് വന്നെന്നറിയുമ്പോൾ എനിക്ക് വന്ന് കാണാതിരിക്കാൻ പറ്റൂല. എൻ്റെ റൂബിമോള് പോയ വിഷമം ഇന്നും മനസ്സിൽ കനലായി എരിയുക. അന്നമ്മ പറഞ്ഞു. നമുക്കൊക്കെ അല്പം മനുഷ്യത്വം കൂടി പോയമ്മേ, അലക്സ് പറഞ്ഞു. മീന് തിരിഞ്ഞു നോക്കിയാണ് നടന്നത്. ഹോസ്പിറ്റലിന്റെ 2ാം നിലയിലെ വരാന്തയിൽ ഒരു കൗമാരക്കാരൻ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. മാമച്ചൻ മന്ത്രി ഐസക്കിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് ചെന്നു. മാമച്ചനെ പരിചയമുള്ളത് കൊണ്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ അകത്തേക്ക് കടത്തിവിട്ടു. റൂമിൽ ഫെറിയും ഐസക്കും ബാബു സാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ വാതിലടച്ച് കുറ്റിയിടുന്ന കണ്ടപ്പോൾ ഐസക് ചോദിച്ചു, എന്താ മാമച്ച? മാമച്ചൻ തിരിഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്ന് 3 പേരെ നോക്കി. ആരാ അനിതയെ കൊല്ലാൻ ആളയച്ചത്? നീ എന്താ പറഞ്ഞത്? ബാബു സാർ അന്താളിപ്പോടെ ചോദിച്ചു. ആരാ അത് ചെയ്തതെന്നാ ചോദിച്ചത്. മാമച്ചന്റെ ശബ്ദം കനത്തു. അത് ഞങ്ങളെങ്ങനെ അറിയും? ഐസക് ദേഷ്യപ്പെട്ടു. നമ്മളെ വെടിവെച്ച ആ പർദാക്കാരി തന്നെയായിരിക്കും. ആ വേഷമാണെന്നല്ലേ അനിത പറഞ്ഞത്. അനിതയ്ക്ക് അപകടം വന്നതോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണോ മാമച്ച ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഫെർണാണ്ടസ് ചോദിച്ചു. തന്നെ വല്ലവരും തെറ്റിദ്ധരിപ്പിച്ചോ? അത് പർദ ധരിച്ച പെണ്ണൊന്നുമല്ല, ആണാ. ഒരു സ്ത്രീക്ക് ബാൽക്കണിയിൽ നിന്ന് ചാടാനും അത്ര വേഗത്തിൽ മതിൽ ചാടി കടക്കാനൊന്നും കഴിയില്ല, മാമച്ചൻ അടങ്ങാത്ത മട്ടിൽ പറഞ്ഞു. മാമച്ച, ഞങ്ങളാരാ ഇവിടെ നിന്ന് പോകാൻ? ബാബു സാർ ചോദിച്ചു. ഞങ്ങൾ ആളെ അയക്കാനാണെങ്കിൽ നിനക്കറിയില്ലേ നമ്മുടെ ആളുകളെയൊക്കെ. പിന്നാരാ? മസ്താൻ, ഐസക് പറഞ്ഞു. മാമച്ചനൊന്ന് അടങ്ങി. മസ്താൻ എന്തിന് എൻ്റെ പെങ്ങളെ കൊല്ലണം? നീയും മസ്താനും തമ്മിലൊരു വിരോധവുമില്ലേ? ലേഖയെ ഫെറി നിനക്ക് വേണ്ടി തട്ടിക്കൊണ്ടുപോയത് മറന്നോ? അതിൻ്റെയൊക്കെ പക, ഐസക് പറഞ്ഞു. സത്യമാണോ? മാമച്ചൻ ചോദിച്ചു. സത്യമാണോ എന്ന് ചോദിച്ചാ ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നോടാ. ഞാൻ എൻ്റെ ഊഹം പറഞ്ഞു, അത്രേ ഉള്ളൂ, ഐസക് പറഞ്ഞു. മാമച്ചൻ ബാബു സാറിന്റെ കസേരയിലിരുന്നു. പിന്നെ സാവധാനം മന്ത്രിച്ചു. അവൾ എനിക്ക് എതിരായിട്ടാ നീങ്ങുന്നത്. കൊല്ലണമെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ വേറൊരുത്തൻ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. ഐസക് മാമച്ചനെ ഇമയനക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു. രാത്രി ഗ്രേസ് ഐസ്ക്രീം പാർലർ ക്ലോസ് ചെയ്തപ്പോൾ മാമച്ചൻ ഒരു സ്റ്റൂളിൽ ഇരുന്ന് സിഗരറ്റ് കത്തിച്ചു. കായലിൽ നിന്ന് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മണലിലൂടെ ആരോ നടന്നു വരുന്നെന്ന് തോന്നിയ അയാൾ മുഖം തിരിച്ചു. അതിനു മുമ്പ് തന്നെ അയാളുടെ പിൻകഴുത്തിൽ ഒരടി കിട്ടി. ബോധമറ്റ് മുന്നോട്ട് കുനിഞ്ഞ അയാളെ അലക്സ് കസേരയിൽ ചാരിയിരുത്തി. താഴെ വീണ സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ വെച്ചു. അലക്സ് അവന്റെ പോക്കറ്റ് പരിശോധിച്ചു കുറേ താക്കോലുകൾ കണ്ടെടുത്തു. അതുമായി മസാജ് സെന്ററിന്റെ അടഞ്ഞുകിടന്ന ഷട്ടറിന്റെ പൂട്ട് തുറന്നു. ഷട്ടർ അല്പം ഉയർത്തിയിട്ട് അയാൾ അകത്ത് കടന്ന് വീണ്ടും അടച്ചു. പെൺടോർച്ച് തെളിച്ച് അവിടം പരിശോധിച്ചു. മുകളിലേക്ക് പോകുന്ന ഒരു ഗോവണി. പലക തറച്ച അതിലൂടെ അയാൾ മുകളിലേക്ക് ചെന്നു. ഒരിടനാഴിയും കുറേ മുറികളും. അതിൻ്റെ ഭിത്തിക്കപ്പുറം ഹോട്ടൽ ഓഷ്യാനിക്കാണ്. ആരും അവിടെ ഉള്ള ലക്ഷണം കണ്ടില്ല. അയാൾ ഓരോ മുറിയും പരിശോധിച്ചു. AC ഉള്ള ഓഫീസ് പോലൊരു മുറിയിലെത്തി. പുതിയ വിരിപ്പിട്ട ബെഡ്,
പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അലക്സ് ലൈറ്റ് ഇട്ടു. ഭിത്തിയിൽ വെടിയുണ്ട തറച്ച പാടുകൾ, അതിനെതിരെയുള്ള വാതിലിൽ ദ്വാരങ്ങൾ. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കീ പോൾ തകർന്നിരിക്കുന്നു. അതിന് താഴെ ഒരു ദ്വാരം. അലക്സ് അവയുടെ ഫോട്ടോകൾ എടുത്തു. വാതിൽ തുറന്ന് മുറിയുടെയും ഇടനാഴികളുടെയും. അനിതയ്ക്ക് ഇത് ഉപയോഗപ്പെടും. അവളുടെ കണക്കുകൂട്ടൽ എത്ര ശരിയാണ്. ഐസക്കും ഫെറിക്കും വെടിയേറ്റത് ഇവിടെ വെച്ചാണ്. ചോരപ്പാടുകളുണ്ടോ? അയാൾ ബെഡിന്റെ താഴെ ടോർച്ചടിച്ചു നോക്കി. രക്തം തുടച്ചു മാറ്റിയിരിക്കുന്നു. അയാൾ അതിന്റെ പടമെടുത്തു. കഴുത്തിലൂടെ ഒരു സർപ്പം എഴിയുന്നതായി തോന്നിയ അലക്സ് ഞെട്ടിത്തിരിഞ്ഞു. മുന്നിൽ ഗ്രേസി. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു. അവൾ ഒരു തീക്കനൽ പോലെ പുഞ്ചിരിച്ചു. കൈ നീട്ടി അയാളുടെ കഴുത്തിൽ തടവി. ധീരനായ ജോണിന്റെ മകൻ അലക്സാണ്ടർ. ഈ തൻ്റെടിയെ ഞാൻ എത്ര സ്വപ്നം കണ്ടിട്ടുണ്ടെന്നോ. പെരുമ്പാമ്പെഴയുന്നത് പോലെയായിരുന്നു അവളുടെ ശബ്ദം. ഇവിടെ വെച്ച് ഒരു കൂട്ടക്കൊല നടത്താൻ ശ്രമിച്ചതാണ്. ഭാഗ്യം കൊണ്ട് ചിലരൊക്കെ രക്ഷപ്പെട്ടു. ഗ്രേസി പുഞ്ചിരിച്ചു. അതാരൊക്കെയാണെന്ന് അലക്സിനറിയാം. അവളുടെ മാദക ശരീരവും മാദക ഗന്ധവും. വിരലുകൾ അയാളുടെ താടിയിലെത്തി. അവിടെ നിന്ന് നെഞ്ചിലേക്കിഴഞ്ഞു. ദൃഢമായ മാംസപേശികളിൽ അവൾ തഴുകി. ആവേശത്തോടെ അമർത്തി. അവളുടെ തുളുമ്പുന്ന മാറിടം ഉയർന്നു താഴ്ന്നത് അയാൾ കണ്ടു. ആര് നെഞ്ചിലേക്ക് വലിച്ചിട്ട് ആലിംഗനം ചെയ്തു പോകും ആ സർപ്പസുന്ദരിയെ? ദിസ് ഈസ് മൈ ചാൻസ്. അവൾ ചുണ്ടുകൾ നനച്ച് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി മന്ത്രിച്ചു. കോടികളുടെ വിലയുള്ളതാണ്. അവൾ മുന്നോട്ടടുത്തു. പിന്നോട്ട് മാറാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവളുടെ മാറിടം അയാളുടെ നെഞ്ചിലേക്ക് അമർന്നു. സർവം നിശ്ചലമായതുപോലെ. എതിർവശത്തെ ആൾ കണ്ണാടിയിൽ അവരുടെ രൂപമുണ്ടായിരുന്നു. ഗ്രേസി പിന്നിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുന്ന വലത് കൈയിൽ ഒരു പുതിയ റിവോൾവർ. തൻ്റെ ജീവന്റെ വിലയാണ് അവൾ പറഞ്ഞത്. ഐസ്ക്രീമിനേക്കാൾ മധുരമുള്ള ഗ്രേസി ആൻറ്റി. അലക്സ് മന്ത്രിച്ചു. ഗ്രേസി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അലക്സ് അവളോട് ചോദിച്ചു. ആദ്യ അലക്സിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചതാണ്, അവൾ മധുരമായി പറഞ്ഞു. എന്നെ കൊല്ലുന്നതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? അവളുടെ കണ്ണുകളിൽ അപകടം ഒളിമിന്നി. അയാളുടെ നേരെ ചൂണ്ടാനായി ഗ്രേസി പിന്നിൽ നിന്ന് തോക്കെടുത്തതാണ്. അലക്സ കയ്യിൽ പിടിച്ച് തോക്ക് വാങ്ങിയിട്ട് അവളെ എടുത്ത് ബെഡിലേക്കിട്ടു. ഇമ അനക്കുന്ന വേഗത്തിലായിരുന്നു എല്ലാം. ബെഡിൽ വീണ് കഴിഞ്ഞാണ് സംഭവിച്ചതെന്തെന്ന് മനസ്സിലായത്. ഗ്രേസി ബെഡിൽ നിന്ന് എഴുന്നേറ്റില്ല. അയാൾ അടുത്തേക്ക് ചെന്നു. കൊലയ്ക്ക് കൊല, അതല്ലേ അധോലോകത്തെ നിയമം? അലക്സ് തോക്കിന് കുഴൽ അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. ഗ്രേസി നിസ്സംഗയായി അയാളെ നോക്കുക മാത്രം ചെയ്തു. വിഷം മൂത്ത കൊലയാളികൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടപ്പോൾ ആ ജോലി നിങ്ങൾ ഏറ്റെടുത്തു അല്ലേ? അലക്സ് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. അലക്സ് ഒരു കസേരയിലിരുന്നു. ഇവിടെ വെച്ച് നിങ്ങൾ ആരെയാണ് കൊന്നത്? അലക്സ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പല അപകടങ്ങളും ഒഴിവാക്കാം. ആരെയും കൊന്നില്ല, ഗ്രേസി പറഞ്ഞു. പിന്നെ വെടിവെച്ചത് ആരാണ്? പർദ്ദ ധരിച്ചൊരു സ്ത്രീയാണ്. സ്ത്രീയോ? അതെ. ഗ്രേസി അന്ന് നടന്ന സംഭവങ്ങൾ അയാളോട് പറഞ്ഞു. അയാൾക്കത് പുതിയ അറിവായിരുന്നു. ആ സ്ത്രീയാണോ അനിതയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്? ഗ്രേസി മറുപടി പറഞ്ഞില്ല. അലക്സ് പറഞ്ഞു. അത് സ്ത്രീയല്ല, പുരുഷൻ തന്നെയാണ്. അതാരായിരിക്കുമെന്ന് ഗ്രേസിക്കറിയാം അല്ലേ? ഇല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ സത്യം പറഞ്ഞാൽ വേദനിപ്പിക്കാതിരിക്കാമെന്ന്. മാമച്ചൻ്റെ ഐസക്കിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നടക്കില്ലെന്ന് എനിക്കറിയാം. ഞാനാണത് പറഞ്ഞതെന്ന് ആരും അറിയരുത്, അവസാനം ഗ്രേസി പറഞ്ഞു. മാഫിയ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.